എന്നിട്ട് പറയാ ശരത്തേട്ടാ എനിക്കറിയാം വാള എന്നിട്ട് പറയണ്ടേന്ന്. അത് ശരി. അപ്പൊ അടുത്ത കാശ് മൊത്തം തന്നു വൈഫ് കെട്ടണം. എത്രയും പെട്ടെന്ന് കെട്ടണേക്ക് ശരത്തേട്ടാ. ചിക്ക് ചിക്ക് ചിക്കനുള്ള ആളുണ്ട്, ഓണറുണ്ട്. അടി കിട്ടില്ല. ഹായ്, അപ്പൊ നമ്മള് നമ്മുടെ ജിമ്മിൽ ആശാന്റെ ഒരു ബലേനോ 1.6 ഉണ്ട്. അപ്പൊ ഇന്നും ജിമ്മിൽ ഇറങ്ങി വരുമ്പോ വണ്ടി അവിടെ കിടപ്പുണ്ടാവും, നല്ല രസ സാധനങ്ങളെ. അപ്പൊ അങ്ങനെ ജിമ്മിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോ ഈ സാധനം അവിടെ കിടപ്പുണ്ടാവും. നല്ല ക്ലീൻ സാധന, വലിയ വർക്കുകളും കാര്യങ്ങളൊന്നും നല്ല ക്ലീൻ വണ്ടി. അപ്പൊ ഒരു ദിവസം ഞാൻ ആശാനോട് ചോദിച്ചു ഒന്ന് വീഡിയോ എടുക്കാൻ തരുമെന്ന്. ആള് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നപ്പോ അതിന്റെ വീഡിയോ ആണ് ഇത്. കാർ റിവ്യൂ വീഡിയോ അല്ലാട്ടാ. റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യാൻ നല്ല എണ്ണ പറഞ്ഞ വേറെ കഴിവുള്ളവരുണ്ട്. ഇത് വെറുതെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ, ഒന്ന് ഓടിച്ചൊക്കെ നോക്കി അതിന്റെ വിശേഷമൊക്കെ അറിയാലോ, അത്രേ ഉള്ളൂ. ഹായ്, അപ്പോ ഇതാണ് ശരത്തേട്ടൻ, നമ്മുടെ ആശാനാണ്. ഇതാണ് പുള്ളിയുടെ ബലേനോ 1.6 G16B. ചെറുതേട്ടാ ഒരു പുള്ളായാലോ? പിന്നെന്താ. ഓക്കെ, ഇനിയാവാം. എത്രയായി ഫണ്ട്? എത്ര പൊട്ടി ഫണ്ട്? വണ്ടിക്ക് 1.80. 1.80. അത് ഈ കോലത്തിൽ തന്നെ മേടിക്കുമ്പോ അതാ എക്സ്ട്രാ കണ്ടീഷനിൽ തന്നെ 1.80. അത് കഴിഞ്ഞ പണി ചെയ്താ? പെയിന്റിങ് ചെയ്തായിരുന്നു, സബ് ചെയ്തായിരുന്നു, പിന്നെ ലൈറ്റിംഗ് കുറച്ച് ചെയ്തു. ടോട്ടല് എല്ലാം കൂടെ 2 അടുത്തായിട്ടുണ്ടാവണം. മെയിൻ ചോദ്യം, ഫണ്ടായിരുന്നു തന്നു? ഫണ്ട് തന്നത് വൈഫാണ്. ഭാര്യയാണ് ഫണ്ട് തന്നത്. ചോദിച്ചെന്റെ അടുത്ത് കാറ് വേണോ ബൈക്ക് വേണോ മൊബൈൽ വേണോന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കോ? ഞാൻ പറഞ്ഞു കാറ് മതി. ബൈക്ക് ഓൾറെഡി ഉണ്ട്, കാറ് മതി എന്ന് പറഞ്ഞു. അപ്പൊ തപ്പി ഞാൻ നടന്ന് വണ്ടി, ആ ഫണ്ടിനുള്ള വണ്ടി ഒരു എമൗണ്ട് പറഞ്ഞായിരുന്നു. അപ്പൊ ആ എമൗണ്ടിനുള്ള വണ്ടി എടുക്കാൻ വേണ്ടി നിന്ന് ഓരോ തപ്പി വണ്ടി ഒന്നും കിട്ടിയില്ല. നമ്മുടെ കമ്പനിക്കാരൻ തന്നെ ഉണ്ട്, ബലേനോ നേഷൻ ഇന്ത്യയിലെ സെറ്റപ്പാ. ബാക്കില് സൂപ്പർ ബൈക്ക് ഉള്ള എന്നിട്ട് ബാക്ക് ടു സ്റ്റോറി. ഭാര്യ വെച്ച് കാറ് വേണോ ബൈക്ക് വേണോ? ഫോൺ വേണോ ഐഫോൺ വേണോ? ഞാൻ വേണ്ട കാറ് മതി. കാറ് മതി, നമുക്ക് ചെറുത് മതി. കുറെ നാളെ കാറിന്റെ ക്രൈസ് തുടങ്ങിയിട്ട് എടുക്ക പണിയാ ആ ഒരു മൈൻഡാ. വെച്ചാ വണ്ടി തപ്പി കുറെ വണ്ടി തപ്പി നടന്ന് ചെറുവണ്ടിയൊക്കെ നോക്കിയപ്പോ ചെറുവണ്ടി ആ റേറ്റിലൊന്നും കിട്ടല്ല. കൂട്ടാൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞ് ബലേനോ വണ്ടി, അത് ബലേനോ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും വണ്ടി സെറ്റപ്പ് ഒന്നും അറിയില്ല. അങ്ങനെ പോയി വണ്ടി നോക്കി ഫേസ്ബുക്കിൽ കുറെ എണ്ണം നോക്കി നടന്നൊരു വണ്ടി വന്നെടുത്ത് അപ്പൊ തന്നെ പോയി എടുത്ത് രാത്രി വണ്ടി പോയി എടുത്ത് അതെടുത്ത് കൊണ്ടുവന്ന് സ്റ്റോക്ക് വണ്ടി ആയിരുന്നു അത് പിന്നെ ഇതുപോലെ തന്നെ ക്രേസ് മുത്ത് പണിയാൻ വേണ്ടി കയറ്റി. അപ്പൊ അത് കയറ്റി അതും ഒരു അത്യാവശ്യം ഫണ്ടായി. പക്ഷെ വണ്ടി നമ്മൾ വിചാരിച്ച മെനെ കിട്ടിയില്ല. നമ്മളെ കമ്പനിക്കാരന്റെ കെയർഫിലെ കയറ്റിയത്. അതൊരു 10-75 രൂപ. പെയിന്റിങ്ങും എല്ലാം മെക്കാനിക്കൽ വർക്കും എല്ലാം കൂടി. വണ്ടി സെപ്പറേറ്റാ. നഷ്ടക്കച്ചവടമായിരുന്നു. ടോട്ടല് 1.5 അടുത്തായിട്ടുണ്ട് നഷ്ടം. അത് കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല നോക്കി വണ്ടി എടുക്കണം. അന്ന് ചാടിപ്പോയി പിടിന്ന് എടുത്തതാ. എനിക്ക് ഈ ആവേശം കൂടുതലാ, എന്താണെന്നറിയില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ കിട്ടണം. കയ്യില് പൈസ കിട്ടിയ ചെലവാക്കണം. പിന്നെ രണ്ടാമത് വേറെ ഇത് എടുത്തപ്പോ അതിന് വേറെ എക്സ്ട്രാ ഫണ്ട് കിട്ടാം. ഇതിനായി ഇത് നമുക്ക് ആ വണ്ടി ഇട്ടിട്ട് 80 രൂപ ആയോ കിട്ടിയുള്ളൂ. അത്ര പണം കിട്ടും. ബാക്കി പൈസയും ബാക്കി 1 രൂപ ഭാര്യ. പണിയുണ്ടാ കൊച്ചിന്? ആ വൈഫ് നേഴ്സാ, ആയുർവേദത്തിന്റെ ട്രിവാൻഡ്രത്താ. ആദ്യം മറ്റേ വണ്ടി മേടിച്ചല്ല, മറ്റേ വണ്ടി മറൂരിക്ക് മേടിച്ച അതുമ്പോ പണിത്. ആ പണിത കാശ് മൊത്തം തന്നത് വൈഫ്. അത് തന്ന് ഞാൻ പറയും 20 രൂപ വേണം. അപ്പൊ തന്നെ 20 രൂപ തരും. ഞാൻ മറ്റവനെ അയച്ചു കൊടുക്കും, ആ വണ്ടി അലമ്പാക്കും. എന്നിട്ട് ഭാര്യ ഒന്നും പറഞ്ഞില്ല? ഭാര്യൊന്നും എന്ത് പറയാനാ, ഭാര്യ അവനെ വിളിക്ക് പൈസ ചോദിക്കി പച്ചപ്പാടുമ്പോൾ വീട്ടില് സ്വസ്ഥതയില്ല. അങ്ങനെയാണ് ഇത് എടുത്തത്. പിന്നെ ഇത് ഓടിച്ച് ഫസ്റ്റ് ഞാൻ ഓടിച്ച വണ്ടി ബലേനോ തന്നെയാ. പക്ഷെ അതിന്റെ പവർ ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് ചുഴും ബെറ്റർ എന്ന് വെച്ചാല് അത് മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ വണ്ടിയുടെ പവർ അറിയണമെങ്കിൽ നല്ല എഞ്ചിനുള്ള അടിപൊളി സ്മൂത്ത് എഞ്ചിനുള്ള വണ്ടി, ഗ്യാസ് കിറ്റ് ചെയ്ത വണ്ടിയായിരുന്നു. അതിൽ നല്ല മിസ്സിംഗ് ആ. പണിയാ കാണിച്ചു. പെട്രോൾ അടിക്കാട്ടാ. പെട്രോൾ
ഉണ്ടാ അടിച്ചാൽ ഇത്ര നല്ല ആശാന എവിടെയെങ്കിലും കിട്ടും പൈസ. വണ്ടി ആക്കാറില്ല, റെഡിന് താഴെ. ഞങ്ങളെ വണ്ടി നേരെ തിരിച്ചാ, ഞങ്ങളെ വണ്ടി മീറ്റർ വർക്ക് ചെയ്യില്ലാന്ന് വിചാരിക്കും, പക്ഷെ വർക്ക് ചെയ്യും, പൈസ ഇല്ലാത്തോണ്ടാ. ഒരു സീനില്ലല്ലേ എടാ, നമുക്ക് പറഞ്ഞെടുക്കണോടാ, സെന്റ് കൊടുക്ക്, സെന്റ് കൊടുക്ക്. ശരത്തേട്ടാ ഞാൻ ഓടിക്ക് എന്താ ഓപ്പൺ റോഡ്. പഴക്കമുള്ള വണ്ടിയല്ലേ, ഓക്കെ 100 സില്ലിയാണ്. രസമായിട്ടതൊക്കെ ഓടിക്കേ. ശരത്തേട്ടാ ചിക്ക് ചിക്കനോട് ആളുണ്ട്, ഓണറുണ്ട്, അടി കിട്ടൂല. ഇല്ലാത്ത നോക്കാറുണ്ട്. കൊടുക്കണ്ട ശരത്തേട്ടാ, കൊടുത്ത വീട്ടുകാരനെ പിടിച്ച് ഒരയ്ക്ക് മതിലിട്ട്. വെറുതെ ഏതൊരു വണ്ടിയുടെ ബലേന ഉണ്ടായിരുന്നു, ആ ബലേനയുടെ ഫോട്ടോ എടുത്തിട്ട് വേറെ വണ്ടി ഇതുപോലെ ബലേന സെയിൽ ചെയ്യാൻ ആ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട്. അപ്പൊ കസിൻ ചോദിച്ച് നിന്റെ വണ്ടിയാണോ ചോദിച്ചു കൊടുക്കണത്, ആന്ന് പറഞ്ഞു. ഇവന്റെ അമ്മ അപ്പൊ തന്നെ അമ്മേനെ വിളിച്ചേക്ക, അവനെന്താ ഇപ്പോഴത്തെ വണ്ടി ഇപ്പോഴും തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. കൊള്ളാം, എനിക്ക് ഇഷ്ടായി. വണ്ടിയാണ് വണ്ടി ചിക്കല്ല വണ്ടി. അങ്ങോട്ട് നോക്കി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ശരത്തേട്ടാ ഫുഡ് അടിച്ചാലോ നമുക്ക്? ഇപ്പൊ ചായ പിടിച്ച് സംസ്കാര ശുദ്ധിയാവല്ലേ. ബാത്റൂമിൽ പോണ്ടേ, പിന്നെ ഇതൊന്നും റെക്കോർഡില്ലട്ടാ. എന്തായാലും ഹാപ്പിയായി. ഞങ്ങൾ വിചാരിച്ച് പ്ലിങ് ആവുന്ന വിചാരിച്ചിട്ട് വന്നേ. ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഒക്കെ ഇൻട്രോവേർട്സുകളാ. ക്ലാസ് ഒന്നും ഇല്ലപ്പാ. ക്ലാസ്സോ? ക്ലാസ് പഠിക്കില്ല, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാ. കാണാനൊക്കെ ഇല്ല, വർക്ക് ചെയ്യണാണല്ലേ.